ഹായ് ഹലോ അസ്സലാമലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതൊരു സന്തോഷ വാർത്ത എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടും പിന്നെ എന്താ പറയുക, നിങ്ങളുടെ എല്ലാവരുടെയും ആ ഒരു സഹകരണം കൊണ്ടിട്ടാണ് എനിക്ക് ഇപ്പോൾ എൻ്റെ യൂട്യൂബിൽ നിന്ന് ഫസ്റ്റ് വരുമാനം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണ്ടെന്നൊക്കെയാണ്. അതായത് എനിക്ക് ഇപ്പോൾ ഒരാഴ്ചയായിട്ടോ എനിക്ക് വരുമാനം ലഭിച്ചിട്ട്. അപ്പോൾ ആദ്യം വിചാരിച്ചതാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണ്ടെന്നാണ്. പിന്നെ ഇപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു അല്ലെങ്കിൽ വേണ്ട, ഒരു വീഡിയോ പെട്ടെന്ന് ഒരെണ്ണം ചെയ്തിടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പെട്ടെന്ന് ഇപ്പോൾ ഒരു തോന്നലിൽ ഞാൻ എടുക്കുന്ന വീഡിയോനെ ഞാനിങ്ങനെ നേരിട്ട് മുഖം കാണിച്ചിട്ടുള്ള വീഡിയോസൊന്നും ചെയ്യാറില്ല. പിന്നെ അത് തന്നെയല്ല, ഞാൻ വലിയ വീഡിയോസ് ലോങ് വീഡിയോസ് എൻ്റെ ചാനലിൽ ഇടുന്നത് വളരെ കുറവാണ്. ഷോർട്സിൽ നിന്നാണ് കേട്ടോ എനിക്ക് വരുമാനം ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ചാനലിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഏത് രീതിയിലുള്ള ഷോർട്സാണ് അധികം ഇടാറെന്നുള്ളത്. അപ്പോൾ ഷോർട്സിൽ നിന്ന് നമുക്ക് വരുമാനം ലഭിക്കും. അപ്പോൾ നമുക്ക് കുറച്ച് ക്ഷമയും പിന്നെന്താ, നമുക്ക് കുറച്ച് നമ്മൾ ഇതിലേക്ക് ഇറങ്ങണം, എന്നാലാണ് നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു വിജയം കൈവരിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ എന്നെ കുറ്റപ്പെടുത്തിയവർ ഒരുപാട് പേരുണ്ട്, കളിയാക്കിയവർ ഒരുപാട് പേരുണ്ട്. അങ്ങനെ എന്താ പറയുക, ഞാൻ യൂട്യൂബിലേക്ക് ഇറങ്ങുമ്പോൾ ഒരിക്കലും ഒരു വലിയ യൂട്യൂബർ ആകണമെന്നോ ഒരുപാട് അറിയപ്പെടുന്ന അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. എന്തെങ്കിലും ഇതിൽ നിന്ന് കിട്ടും എന്നുള്ളൊരു ഇതോടുകൂടി തന്നെയാണ് നമ്മളെല്ലാവരും ഇറങ്ങുന്നത്. ചിലർ പറയും ഇതെനിക്കെൻ്റെ ഒരു നേരം പോക്കാണ്. ഒരിക്കലും അല്ല. എല്ലാവരും വിചാരിക്കുന്നത് എന്താണ്, എന്തെങ്കിലും ഒന്ന് ഇതിൽ നിന്ന് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് എല്ലാവരും ഇതിലേക്ക് ഇറങ്ങാം. അപ്പോൾ ഞാനും അങ്ങനെ തന്നെ ഇറങ്ങിയതാണ്. ആദ്യം ഇറങ്ങിയപ്പോൾ വലിയൊരു ഇതൊന്നും തോന്നിയില്ല. ഇതൊന്നും നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്നതല്ല എന്നൊക്കെ ആദ്യം വിചാരിച്ചു. കാരണം വീഡിയോ എടുക്കണം, എഡിറ്റ് ചെയ്യണം. എൻ്റെ മോനിന് ചെറിയ ആൾ ഇപ്പോൾ 3 വയസ്സായിട്ടുണ്ട്. അവൻ്റെ ഒരു 6 മാസമായപ്പോൾ ഉള്ള ടൈമിലാണ് ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അന്ന് സ്റ്റാർട്ട് ചെയ്ത ചാനലിലല്ല എനിക്കിപ്പോൾ വരുമാനം ലഭിച്ചിട്ടുള്ളത്. എൻ്റെ 3ാമത്തെ ചാനലാണ്. അപ്പോൾ ഓരോരോ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടിട്ടാണ് എനിക്ക് എൻ്റെ ചാനൽ 2 എണ്ണം പോയി കിട്ടിയത്. അപ്പോൾ അതിനെയൊക്കെ കുറിച്ച് വിശദമായിട്ടൊരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും നിങ്ങളെ പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോവരുത് ചാനൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ. കാരണം നമുക്ക് ഒന്ന് ആഞ്ഞ് പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കും ചെറിയൊരു വരുമാനം ഇതിലൂടെ നേടാൻ പറ്റും. അതിപ്പോൾ വീട്ടമ്മമാരായിക്കോട്ടെ, ആർക്കും ഇതിലൂടെ ഒരു ചെറിയൊരു വരുമാനം നമുക്ക് കിട്ടും. അപ്പോൾ ആ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് 1000 സബ്സ്ക്രൈബേഴ്സാണ്. അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ നമ്മൾ അറിയണവർ നമുക്ക് സബ് ചെയ്യുമെന്ന് ഒരിക്കലും ആരും വിചാരിക്കരുത്. 1-2 പേര് ഇപ്പം നമ്മളെ അറിയുന്നവർ ഇത് നമ്മളെ സബ് ചെയ്തില്ല എന്ന് കരുതിയിട്ട് നിങ്ങൾ ഇതിൽ നിന്ന് പിന്മാറരുത്. നമ്മളറിയാത്ത ഒരുപാട് ആൾക്കാരായിരിക്കും നമുക്ക് സപ്പോർട്ട് നൽകുക. എൻ്റെ ചാനൽ ഇപ്പോൾ 24.8 അതായത് 25 ആവാനായിട്ടുണ്ട്, 25K ആവാനായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്നെ അറിയാവുന്ന ചിലപ്പോൾ 10-20 പേര് അതിലുണ്ടാവുള്ളൂ. അറിയാവുന്ന ഒരുപാട് ആൾക്കാരുണ്ടാകും, പക്ഷെ അവരൊന്നും നമ്മളെ സപ്പോർട്ട് ചെയ്യൂല. അത് വിചാരിച്ചിട്ട് ആരും ഇറങ്ങരുത്. നമ്മളറിയാത്ത, നമ്മളെ കാണാത്ത ഏതോ ഒക്കെ നാടുകളിലുള്ള ആൾക്കാരായിരിക്കും നമുക്ക് സപ്പോർട്ട് നൽകുക. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഇറങ്ങുക. 1000 സബ്സ്ക്രൈബേഴ്സൊക്കെ ആദ്യം നമ്മൾ വിചാരിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന്. ഒരിക്കലും ഇല്ല. നമ്മൾ സ്ഥിരമായിട്ട് കണ്ടൻറ്റ് ചെയ്യുക, സ്ഥിരമായിട്ടൊരു വീഡിയോ ഷോർട്സ് എങ്കിലും നമ്മൾ അപ്ലോഡ് ചെയ്യുക. ഉറപ്പായിട്ടും നമുക്ക് നമ്മളെ തേടി നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വരും. അപ്പോൾ അങ്ങനെ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ ഇന്ന് വരെ പോയിട്ടുള്ളത്. ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ചില വീഡിയോകളിൽ നിന്നൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഷോർട്സിൽ നിന്ന് വലിയ വീഡിയോസ് ഇടൽ കുറവാണ്, അതിൻ്റെ വ്യൂസും കുറവാണ്. അപ്പോൾ കൂടുതൽ എൻ്റെ ചാനലിനെ പറ്റി പറയാനും ഇതൊക്കെ എനിക്ക് ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ ഞാൻ ഈ ഒരു അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഞാൻ എങ്ങനെയാണ് 1 വർഷം കൊണ്ട് മോണിറ്റൈസ് ആക്കിയത്. എൻ്റെ 2 ചാനൽ പോയതിന് ശേഷം തുടങ്ങിയതാണ് ഈ ചാനൽ. അതെനിക്ക് 1 വർഷം കൊണ്ടിട്ട് തന്നെ മോണിറ്റൈസ് ആയി. പിന്നെ മോണിറ്റൈസ് ആയതിന് ശേഷം പിൻ നമ്പർ വന്നു. പിൻ നമ്പർ വന്നിട്ടാണ് മോണിറ്റൈസ് ആയത്. അപ്പോൾ പിൻ നമ്പർ വന്നപ്പോൾ അത് ഏറ്റവും വലിയൊരു സന്തോഷമായിരുന്നു എനിക്ക്. കാരണം യൂട്യൂബിൽ നിന്ന് നമുക്ക് വീട്ടിലേക്ക് ഒരു ലെറ്റർ വരികയാണ്. അപ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. അതൊക്കെ വീഡിയോ എടുത്ത് വെച്ചു, പക്ഷെ എനിക്കതൊന്നും ഇടാൻ പറ്റിയില്ല. പിന്നെ ഞാൻ കുറച്ച് നാളൊന്ന് ലാഗ് ചെയ്തു. നമ്മുടേതായ ഓരോ കാരണങ്ങൾ കൊണ്ടിട്ട് ഡെയിലി വീഡിയോസ് ഇടാൻ പറ്റാണ്ടൊക്കെ ആയി. ഷോർട്സ് ഇട്ടോ, ഞാൻ ഷോർട്സാണ് അധികം ഇടാറ്. അപ്പോൾ അതിടാൻ പറ്റാണ്ടായി. അങ്ങനെ പിന്നെ ചാനലൊന്ന് പതുക്കെ ഒന്ന് പുറകോട്ട് പോയി. പിന്നെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ തുടങ്ങി. അങ്ങനെ ഇട്ടിട്ടിപ്പോൾ എനിക്ക് ഫസ്റ്റ് എമൗണ്ട് കിട്ടിയിരിക്കുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷെ കിട്ടിയത് എനിക്കൊരു സന്തോഷം അല്ലാതുള്ളൊരു ടൈമിലാണ്. പക്ഷെ അതിനെക്കുറിച്ച് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ഈ വീഡിയോയിൽ വരുന്ന ലൈക്കും കമൻറ്റും അനുസരിച്ച് എൻ്റെ
ചാനലിൻ്റെ ഞാൻ എങ്ങനെയാണ് എൻ്റെ ചാനൽ വളർത്തിക്കൊണ്ട് വന്നതെന്നൊക്കെ ഉള്ളൊരു സ്റ്റോറി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അത് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് മോണിറ്റൈസ് ആയത്, പിന്നെ എനിക്കറിയാവുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, എൻ്റെ 2 ചാനൽ പോയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് എന്താണ് സംഭവിച്ചതെന്നൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഉറപ്പായിട്ടും ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ ആരും തളരരുത്, എല്ലാവരും ഡെയിലി വീഡിയോസ് ഇടുക, ഒരു ഷോർട്സ് എങ്കിലും അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നമുക്കും നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു വിജയത്തിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ് ചെയ്യുക, അതേപോലെ സപ്പോർട്ട് ചെയ്യുക. ഉറപ്പായിട്ടും എന്നെക്കൊണ്ട് പറ്റുന്ന സപ്പോർട്ട് ഞാൻ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ.